ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജീവിത വിജയം സർവപ്രധാനം എന്ന വിഷയം, അതേക്കുറിച്ചുള്ള വിചിന്തനം നാം തുടരുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, വിജയം എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ജീവിത വിജയം നമ്മുടെ അവകാശമാണ്. നമ്മൾ ചിന്തിക്കുന്നത് വിജയം നൽകുന്ന ദൈവത്തെക്കുറിച്ചാണ്. ദൈവമാണ് യഥാർത്ഥത്തിൽ വിജയ രഹസ്യം. ഒരു സംഭവം ഞാൻ ഓർക്കുന്നു. ഞാൻ എറണാകുളം കൊച്ചി ഭാഗത്ത് കണ്ടുമുട്ടിയ ഒരു വ്യവസായി. അദ്ദേഹം ചെറിയൊരു ഔട്ട്ലെറ്റ്, ഒരു മരുന്നിൻ്റെ ഔട്ട്ലെറ്റ് ആരംഭിച്ചതാണ്. അദ്ദേഹം അതേക്കുറിച്ചുള്ള ആദ്യകാലത്തെ സ്ട്രഗിള്, ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പങ്കുവച്ചു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇന്ന് ഒരു വിദേശ രാജ്യത്ത് ഈ മരുന്നിൻ്റെ ഏറ്റവും വലിയ ഡിസ്ട്രിബ്യൂട്ടർ ഞാനാണ്. അത്രമാത്രം ദൈവം എന്നെ വളർത്തി. ചെറിയ ഒരു ഔട്ട്ലെറ്റ് വെച്ച് തുടങ്ങിയതാണ്. ഇന്ന് എൻ്റെ ആ ബിസിനസ് വളരെ വളർന്നു വലുതായി. ഒപ്പം അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യം, എനിക്ക് വലിയ കഴിവുണ്ടായിട്ടൊന്നും അല്ല അച്ഛാ, ദൈവം അനുഗ്രഹിച്ചത് കൊണ്ട് അങ്ങനെ സംഭവിച്ചു. ഞാൻ ആ മനുഷ്യനോട് തിരിച്ചു പറഞ്ഞ ഒരു കാര്യം, ഇങ്ങേരുടെ ഈ മനോഭാവമാണ് ഇതുപോലെ ജീവിതത്തിൽ വിജയം വരിക്കാൻ സഹായമായത്, ബിസിനസ് വളരാൻ സഹായമായത്. ഈ ഒരു മനോഭാവം. വേറെ ചിലർ ഒരല്പം നേട്ടം വന്നു കഴിയുമ്പോഴേ അഹങ്കരിക്കാൻ തുടങ്ങും, ദൈവത്തെ മറക്കാൻ തുടങ്ങും, വന്ന വഴി മറന്നെന്ന് വരും. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ അവരെ കാത്തിരിക്കുന്നത് ജീവിത പരാജയമാണ്. പക്ഷേ ഈ മനുഷ്യൻ്റെ ഈ മനോഭാവം മൂലം അദ്ദേഹത്തിന് ബിസിനസ്സിൽ വളർച്ചയുണ്ടായി, ഒപ്പം ജീവിത വിജയം വരിക്കാൻ സാധിച്ചു. ദൈവമാണ് ജീവിത വിജയം നൽകുന്നത്, വിജയ രഹസ്യം ദൈവമാണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു 10 പ്രധാനപ്പെട്ട വചനഭാഗങ്ങളാണ് നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. ഒന്നാമത്തെ വചനം 1 സാമുവേൽ 18:14 അവിടെ നമ്മൾ കാണുന്നത്, ദാവീദ് പോയിടത്തെല്ലാം ദൈവം അവൻ്റെ കൂടെ പോയി, അങ്ങനെ അവൻ്റെ എല്ലാ സംരംഭങ്ങളെയും ദൈവം വിജയിപ്പിച്ചു. നമുക്ക് കാണാൻ സാധിക്കും, ചില വ്യക്തികൾ ഒരുപാട് കാര്യങ്ങൾ തുടങ്ങി വെച്ചു, പക്ഷെ ഒന്നും വിജയം കണ്ടില്ല. അതെൻ്റെ തലവര ശരിയല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ കാർന്നവന്മാരുടെ ശാപം കൊണ്ടാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഇവിടെ നമ്മൾ കാണുകയാണ്, ദൈവം കൂടെ പോയത് കൊണ്ട് ദാവീദിൻ്റെ എല്ലാ സംരംഭങ്ങളിലും അവൻ വിജയം കണ്ടു എന്ന് പറഞ്ഞാൽ വിജയ രഹസ്യം ദൈവമാണ്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം എടുക്കുമ്പോൾ എൻ്റെ ആദ്യ വചനങ്ങളിൽ നമ്മൾ കാണുന്നത് പഴയ നിയമത്തിലെ ജോസഫിനെ കുറിച്ചാണ്. ജോസഫിനോടൊപ്പം ദൈവമുണ്ടായിരുന്നു, അതുകൊണ്ട് അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സംരംഭങ്ങളിലും അവന് ശ്രേയസ്സുണ്ടായി എന്നാണ് ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുക. അത് കണ്ടിട്ടാണ് പോത്തിഫർ തൻ്റെ ഭാര്യ ഒഴികെ എല്ലാറ്റിൻ്റെയും മേൽ അവനെ മേൽനോട്ടക്കാരനാക്കി വെച്ചു. കാരണം ഇവൻ എവിടെ ചെന്ന് തൊട്ടാലും അവിടെയെല്ലാം വിജയം. എൻ്റെ കാരണം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു, ദൈവാനുഗ്രഹം അവനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് എല്ലാ സംരംഭങ്ങളിലും അവന് വിജയം വരിക്കാൻ സാധിച്ചത്. മൂന്നാമതൊരു വചനം, അത് പുറപ്പാട് 14:14 എടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇസ്രായേൽ ജനം കടലിന് മുമ്പിൽ, മുമ്പോട്ട് നോക്കിയാൽ ചെങ്കടൽ, പുറകോട്ട് നോക്കിയാൽ ഈജിപ്ത് സൈന്യം, എന്തായാലും മരണം ഉറപ്പായി. ആ സാഹചര്യത്തിൽ ദൈവത്തോടവർ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു രംഗം ഈ പുറപ്പാട് 14 അധ്യായത്തിൽ കാണാൻ പറ്റും. 14-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നു, ദൈവം മോശയ്ക്ക് കൊടുത്ത ഒരു നിർദ്ദേശം, ഇസ്രായേൽ ജനത്തോട് പറയുക, ശാന്തമായിരിക്കാൻ, ഞാൻ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ദൈവം അത് ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് ആ കടലിലെ വെള്ളം മാറ്റി അതിൽ നടന്നു പോകാനുള്ള പാത ദൈവം അവർക്കായിട്ട് തുറന്നു. നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തി. അതാണ് ഇങ്ങനെ ഒരു കാര്യം അവിടെ സാധ്യമാക്കിയത്. അവരെല്ലാവരോടും കൂടി ആ വെള്ളം വറ്റിക്കാൻ നോക്കിയാൽ നടക്കുന്ന കാര്യമായിരുന്നു. ദൈവം പ്രവർത്തിച്ചപ്പോൾ അത് സാധ്യമായി. മറ്റൊരു വചനം നമ്മൾ കാണുന്നുണ്ട്, ജെറമിയ 20:11 വചനം. അവിടെ പറഞ്ഞിരിക്കുന്നത്, ഒരു വീരയോദ്ധാവിനെ പോലെ ദൈവം അവർക്കായി യുദ്ധം ചെയ്തു. ഇസ്രായേലിന് വേണ്ടി ദൈവം ഒരു വീരയോദ്ധാവിനെ പോലെ യുദ്ധം ചെയ്തു. ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്താൽ ആ യുദ്ധത്തിൽ നാം വിജയം വരിക്കും. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിലും 7-ാം അധ്യായത്തിലും നമ്മൾ കാണുന്നുണ്ട് ഗിദെയോനുമായി ബന്ധപ്പെട്ട കാര്യം. ഇസ്രായേൽക്കാർക്ക് വേണ്ടി മിദ്യാൻകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ ദൈവം അവരെ സഹായിച്ചു. നിങ്ങളുടെ ആൾബലമല്ല പ്രധാനപ്പെട്ടത്, ഞാൻ അവിടെ ഉണ്ടാകും യുദ്ധത്തിൽ, അങ്ങനെ നിങ്ങൾ ആ യുദ്ധത്തിൽ ജയിക്കുമെന്ന് കർത്താവ് സൂചിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. 1 സാമുവേൽ 17-ാം അധ്യായം എടുക്കുമ്പോൾ ദാവീദും ഗോലിയാത്ത് അജാനഭാവുകൻ. പക്ഷെ ദാവീദ് ഒരു സാധാരണക്കാര്,
ഒരു ആട്ടിടയൻ. പക്ഷെ നമ്മൾ കാണുകയാണ് ദൈവനാമം വഹിച്ചു പോയ ദാവീദാണ് അവിടെ വിജയം വരിച്ചത്. ഗോലിയാത്തിൻ്റെ തലവെട്ടി മാറ്റുന്ന രംഗം ഈ 1 സാമുവേൽ 17 നമ്മൾ കാണുന്നുണ്ട്. 2 ദിനവൃത്താന്തം 14 അധ്യായത്തിൽ ആസാ രാജാവിന് വിജയം നൽകിയത് ദൈവമാണ്. അവൻ പറഞ്ഞു, ബലഹീനരായി ഞങ്ങൾ ശക്തന്മാർക്കെതിരെ പോവുകയാണ്, ദൈവമേ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. ദൈവം സഹായിച്ചു. ഈ ബലഹീനരാണ് ആ യുദ്ധത്തിൽ ജയിച്ചത്. ജോഷുവ 8ഉം 10ഉം അധ്യായങ്ങൾ വായിക്കുമ്പോൾ അവിടെയും നമ്മൾ കാണുന്നുണ്ട്, ദൈവം ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ നിന്ന്, ജോഷുവയുടെ കൂടെ നിന്ന് യുദ്ധം ചെയ്തപ്പോൾ അവർക്ക് യുദ്ധത്തിൽ വിജയം വരിക്കാൻ സാധിച്ചു. പ്രിയപ്പെട്ടവർ, ഇതെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, വിജയരഹസ്യം ദൈവമാണ്. നാം ദൈവത്തോട് ചേർന്ന് നിന്നാൽ, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ജീവിത വിജയം നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. ഈ ഒരു ബോധ്യത്തോടു കൂടി നമുക്ക് പ്രതിഷ്ഠ ജപത്തിലേക്ക് പ്രവേശിക്കാം. നമ്മൾ ഇന്നൊരു കോമൺ നിയോഗമായിട്ട് വയ്ക്കുന്നത്, ദൈവത്തെ മാനിക്കാതെ ജീവിക്കുന്നവരുണ്ട്, അവരുടെ മാനസാന്തരം. മനുഷ്യൻ്റെ വിജയം ദൈവത്തിൻ്റെ കരങ്ങളിലാണെന്ന് അരുൾ ചെയ്ത ദൈവമേ, അങ്ങയെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു. ഞങ്ങളുടെ അധ്വാനം ഫലമണിയേണ്ടതിന് അവിടുത്തെ ആശീർവാദം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആയിരിക്കാനും ഞങ്ങളുടെ എല്ലാ സംരംഭങ്ങളും വിജയം കാണാനും അങ്ങയുടെ സഹായവും സംരക്ഷണവും ഞങ്ങൾക്ക് നൽകണമേ. പരാജയത്തിന് വഴി തുറക്കുന്ന അഹങ്കാരവും മറ്റു പാപപ്രവൃത്തികളും വെടിഞ്ഞ് ദൈവാശ്രയത്വത്തിലും പരസ്നേഹ പ്രവൃത്തികളിലും വേരുപാകി അടിയുറയ്ക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. മറ്റെന്തിനേക്കാൾ ഉപരിയായി ജീവിത വിജയം ലക്ഷ്യമാക്കാനും അങ്ങയുടെ സഹായത്താൽ അത് കൈവരിക്കാനും ഞങ്ങൾക്ക് കഴിയട്ടെ. ആമേൻ. ഇതിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നമ്മുടെ ഇന്നത്തെ എല്ലാ അവസ്ഥകളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ ദൈവത്തിന് അർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രത്യേക പ്രാർത്ഥനാ നിയോഗത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവെ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ ഈ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം അവിടുന്ന് ഏറ്റെടുത്ത് ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ, ലോകം മുഴുവനെയും അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.